ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 13 നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. അപ്പം ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകിച്ചും അവരുടെ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഓപ്പണിംഗ് സിനാറിയോസ് അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാൻസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിഫ്റ്റി മാർച്ച് 6-ാം തീയതി തേഴ്സ്ഡേ ഒരു സിംഗ്ലോ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ആ സിംഗ്ലോ ഇപ്പം ഇന്നലെ, അതായത് ചൊവ്വാഴ്ച ദിവസം മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് എക്സാക്ട്ലി ആ ഒരു മാർച്ച് 6-ാം തീയതി തേഴ്സ്ഡേയിലെ ആ ഒരു ലോയിൽ ആണ് മാർക്കറ്റ് ചൊവ്വാഴ്ച ദിവസം ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൃത്യം അവിടെ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു വൺ വേ അപ് ട്രെൻഡിങ് റാലി ആയിരുന്നു. അതിനുശേഷം ബുധനാഴ്ച ദിവസം ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വന്നു. പക്ഷെ കൃത്യം ആ ലെവലിനടുത്ത് വന്നപ്പോഴത്തേനും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിപ്പോയി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് 3 തവണ, അതായത് ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം, ഇത് തേർഡ് ടൈം, അതായത് ഈ ഒരു ലെവൽ ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പൊ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു ലെവല്, ഈ ഒരു ബൈസോൺ ആണത്. അപ്പം ഈ ഒരു ബൈസോൺ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളൊന്ന് മാർക്ക് ഇട്ടേക്കുക. കാരണം ആസ് ഓഫ് നൗ നിഫ്റ്റി ഈ ഒരു ലെവലിനെ ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈസോണായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അൺലെസ് ആൻഡ് അണ്ടിൽ നിഫ്റ്റി ഈ ഒരു ലെവൽ, അതായത് 22,322 അല്ലെങ്കിൽ 22,320 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം സമയം നിഫ്റ്റി ഒരു ബെയറിഷ് മോഡിലല്ല, ഒരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ്. അതായത് ഷാർപ്പായിട്ടുള്ള റിക്കവറി ഈ ലെവലിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഗ്രസീവായിട്ട് യാതൊരു കാരണവശാലും ഒരു പുട്ട് സൈഡിലോട്ട് നിങ്ങൾ ഇപ്പൊ എൻട്രി എടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ 3 തവണ ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ബൗൺസ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ താഴോട്ട് പോകാതെ ഒരിക്കലും നമുക്കൊരു പുട്ട് സൈഡിലോട്ട് അഗ്രസീവായിട്ട് ഒരു എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ അഗ്രസീവായിട്ട് പുട്ട് സൈഡിലോട്ട് പോവുള്ളൂ. അൺലെസ് രണ്ടിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം സമയം നമ്മൾ കോൾ സൈഡിലോട്ട് തന്നെ എൻട്രി എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഇന്നലത്തെ PDC ഇതാണ്, അതായത് ഞാൻ ജസ്റ്റ് PDC ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ PDC. ഇപ്പൊ ഇൻ കേസ് അപ്പം നിഫ്റ്റി ഇന്നലത്തെ സംഭവിച്ച പ്രൈസ് ആക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്നലെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ പറയുന്ന ലെവൽ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരു W കൈൻഡ് ഓഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റി കയറിപ്പോയി. ഏകദേശം ഇന്നലത്തെ നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചിന്റെ 50%, ആ ഇന്നലത്തെ ഫോളിന്റെ 50% കൂടുതൽ നിഫ്റ്റി റിക്കവർ ചെയ്തു. അപ്പം ഇതാണ് 50% ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഈ ലെവലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന് നിഫ്റ്റി ഇൻ കേസ് ഈ PDCയിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, അതായത് ഏകദേശം ആ ലെവലോട് ഞാൻ മാർക്ക് ചെയ്യാം അത് ഏത് ലെവലാണെന്നുള്ളത്. അപ്പം ഈ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു 1/2-3 മണിക്കൂറെങ്കിലും ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിഫ്റ്റിക്ക് കൂടുതൽ ചാൻസ് ഇത് ഇവിടുന്ന് മേളിലോട്ട് പോകാൻ തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇൻ കേസ് ഈ ഒരു ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും, ഇൻ കേസ് ഇപ്പൊ നമുക്ക് ഈ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കുക ആണെങ്കിൽ, മിക്കവാറും ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു ലെവൽ വന്നിട്ട് വീണ്ടും ഇവിടുന്ന് തിരിച്ചു കയറിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമായിരിക്കും ഉള്ള ഒരു പ്രതീക്ഷയിൽ അഗ്രസീവായിട്ട് ഒരിക്കലും പുട്ട് സൈഡിലോട്ട് നിങ്ങൾ പോകരുത്. കാരണം വെച്ചാൽ ഇത് 3 തവണ നല്ല ബൗൺസ് തന്നൊരു ലെവലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് ആവട്ട് പോയാലും നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേനും ഒരു കോൾ ഓപ്ഷൻ മേടിക്കണം എന്നുള്ള ഒരു ഇതിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുട്ട് ഓപ്ഷൻ സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻ കേസ് ഈ PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക്
ഈ ഒരു PDCക്ക് മുകളിലായിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഒരു കോൾ സെല്ലിലോട്ടുള്ള എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഒരു ലെവൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ലെവല്, ഈ ഒരു PDH ലെവല് ഇവിടുന്നാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോള് നടന്ന ലെവൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇൻ കേസ് PDCക്ക് മുകളിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ നിങ്ങളുടെ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് പ്രകാരം നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് PDH ആയിരിക്കണം. അതായത് ഈ ഒരു ലെവല് 22,576 എന്ന് പറഞ്ഞ ഈ ലെവലിലായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് കോൾ ഓപ്ഷൻ ബൈയുടെ ടാർഗറ്റ്. അപ്പം നിങ്ങളിന്ന് മനസ്സിൽ വെക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ റേഞ്ചിന്റെ ഈ ഒരു PDC ലെവല്, PDL ലെവല്, PDH ലെവല്. അപ്പം ഈ PDHനും PDCക്കും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, PDCക്കും PDLനും ഇടയ്ക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇനിയിപ്പോ ഇൻ കേസ് PDLന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക്, അതായത് ഈ ഒരു ലെവൽ പിന്നെ സപ്പോർട്ടായിട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് ഷാർപ്പായിട്ട് അവിടെ നിന്നും റാലി നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അഗ്രസീവായിട്ട് നമുക്ക് വീണ്ടും ഒരു പുട്ട് സൈഡിലോട്ട്, അതായത് മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് മോഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് പിന്നെയും താഴോട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഇന്ന് PDLന് താഴോട്ട് മാർക്കറ്റ് പോകാത്തിടത്തോളം സമയം നിങ്ങൾ അഗ്രസീവായിട്ട് യാതൊരു കാരണവശാലും പുട്ട് സൈഡിലോട്ട്, ഇപ്പം ഇവിടെ നിന്നൊക്കെ ഒരു ഫോള് ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ചാടിക്കറി പൊട്ട് മേടിച്ച് നിങ്ങൾ അധികം നേരം ഹോൾഡ് ചെയ്യരുത്. കാരണം ഈ ലെവലിൽ നിന്ന് റിവേഴ്സൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു കൂടുതൽ ഒരു മാർക്കറ്റിന്റെ ഒരു നിങ്ങൾ നിൽക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് അപ്പ് സൈഡിലോട്ട് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ മാർക്കറ്റിന് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഏതായാലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകളും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ട്രേഡിന്റെ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിന്റെ അനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞ പ്ലാനുകൾ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ചില ബാങ്ക് നിഫ്റ്റിയിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ 5 മിനിറ്റ് ചാർട്ടാണത്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരു സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ഹൈ പാറ്റേൺ, അതായത് ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലും. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഒരു അപ്വേർഡ് ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഇൻ കേസ് അപ്പം ഈ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ എങ്ങനെ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ്നെസ് കാണാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് തന്നെയല്ല, ബാങ്ക് നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട്, അതായത് ഈ ഒരു ലെവലില് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ലെവല് ഇന്നലെ അത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അതിന് താഴോട്ട് പോയെങ്കിൽ പോലും ഈ ഒരു ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. അതായത് ഈ ഒരു ലെവൽ, അതായത് ഈ റെസിസ്റ്റൻസ് എടുത്ത ലെവലിൽ ഈ ലെവലിൽ 2 തവണ റിജക്ഷൻ വന്നായിരുന്നു, നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ലെവലിനെ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്തു, വീണ്ടും താഴോട്ട് പോകുന്നു. അതായത് നിഫ്റ്റിയുടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് പോകുന്നെങ്കിലും ഇന്നലെ ആ ലെവല് ബാങ്ക് നിഫ്റ്റി തിരിച്ചു പിടിച്ചു വീണ്ടും. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ ഒരു ലെവലിന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ, അതായത് ഈ ഒരു ലെവൽ 2 തവണ ഉൾപ്പെടെ റിജക്ഷൻ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ലെവല് ഈസിലി ബ്രേക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇൻ കേസ് അപ്പം ഈ ലെവലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിളി ഈ ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെ, അതായത് ഈ ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈസിലി ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടുന്ന് മേളിലോട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഈസിലി ഉണ്ട് ഇപ്പൊ ഇവിടെ. അതുകൊണ്ട് ഈ ലെവൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വാച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ചിലപ്പം റെസിസ്റ്റൻസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണത്തില്ലെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ആ സമയത്ത് റെസിസ്റ്റൻസ് ലെവൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും റിവേഴ്സിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിഫ്റ്റിയുടെ ഓപ്പണിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിങ്ങിന്റെ ലെവലും കൂടെ നിങ്ങൾ നോക്കണം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ PDH.
അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ PDHന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഒരു അരമണിക്കൂറെങ്കിലും ഈ PDHന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം ബാങ്ക് നിഫ്റ്റി, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇന്നലത്തെ PDC ഇതാണ്, അപ്പം ഈ ലെവലിന് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മുകളിലോട്ട് എൻട്രി പ്ലാൻ ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കണം. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇൻ കേസ് ട്രെൻഡ് ലൈന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം, അതായത് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ട്രെൻഡ് ലൈന് താഴെയാണെങ്കിൽ നിഫ്റ്റിയുടെ സപ്പോർട്ടും കൂടെ ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടുമോ എന്നുള്ള ഒരു നോക്കണം. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ഏകദേശം നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടെ വാച്ച് ചെയ്യണം.